എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയ കാര്യം നടന്നു. അവിടെ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ വലുതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെൻറ് ചുമതലയാണ്, പോലീസിൻ്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. അതും ഹൈക്കോടതി ഉത്തരവ് വന്ന ഉടനെയല്ല. ശിവഗിരി ധർമ്മസംഘത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ കാലാകാലങ്ങൾ നടക്കും. ചിലപ്പോൾ ഏകണ്ഠമായി, ചിലപ്പോൾ മത്സരത്തിൽ കൂടി. മത്സരമുണ്ടാകുമ്പോൾ തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗത്തിന് അപ്പോൾ തന്നെ സ്ഥാനം കൈമാറുന്നതായിരുന്നു ശിവഗിരിയുടെ പാരമ്പര്യം. പക്ഷെ 95 മാത്രം അത് നടന്നില്ല. തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗക്കാർക്ക് സ്വാമി പ്രകാശാനന്ദ നേതൃത്വം കൊടുക്കുന്ന ഭൂരിപക്ഷ പാനലിന് വിജയിച്ചവർക്ക് അധികാരം കൈമാറാൻ തയ്യാറായില്ല. അവർ പറഞ്ഞ ന്യായം സ്വാമി പ്രകാശാനന്ദയ്ക്കും കൂട്ടർക്കും ഭരണം കൽപ്പിച്ചാൽ മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശിവഗിരി കായ്വൽക്കരിക്കപ്പെടും. ഇതായിരുന്നു അവർ പ്രകടിപ്പിച്ച ആശങ്ക. പ്രകാശാനന്ദയും കൂട്ടരും ആദ്യം കീഴ്ക്കോടതികളെ സമീപിച്ചു. കീഴ്ക്കോടതികൾ പ്രകാശാനന്ദ സ്വാമികൾക്കും അദ്ദേഹത്തോടൊപ്പം ജയിച്ചവർക്ക് അനുകൂലമായി വിധി എഴുതി. ആമീൻ പോകും. അവിടെ തടസ്സങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, ചില സംഘർഷത്തിന് അന്തരീക്ഷം ഉണ്ടാകും. പോലീസ് ഇടപെടാൻ ഞങ്ങൾ തയ്യാറായില്ല. അവയെ പടങ്ങി വരും. അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ബെഞ്ചിൽ ആ കേസ് വന്നു. 2 ഭാഗവും കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു. ധർമ്മസംഘം തെരഞ്ഞെടുപ്പിൽ സംശയാതീതമായ ഭൂരിപക്ഷം കിട്ടിയത് സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന പാനലിലാണ്. അവർക്ക് അധികാരം കൈമാറ്റം നടത്തിയേ പറ്റൂ. അതിനെ ഗവൺമെൻറ് സഹായിക്കണം, പോലീസ് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞു. ആമീനുമായി പ്രകാശാനന്ദ സ്വാമിയും കൂട്ടരും പോയി. അപ്പോഴും തടസ്സം മടങ്ങിപ്പോയി. രണ്ടാമതും പോയി, അപ്പോഴും തടസ്സം. മൂന്നാമത്തെ പ്രാവശ്യം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം പറഞ്ഞു, ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും പ്രകാശാനന്ദ സ്വാമികൾക്ക് അധികാരം കൈമാറണം. അതിന് പോലീസിൻ്റെ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കീഴ്ക്കോടതി വിധിയുണ്ടായി.
ഹൈക്കോടതി മൂന്നാമത്തെ പ്രാവശ്യവും വിധി കൽപ്പിച്ചു. എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരുപാട് കൂടിയാലോചനകൾ 3-4 മാസം നടന്നു. എതിർക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. മൂന്നാമത്തെ വിധി കഴിഞ്ഞും കുറേ ദിവസം ഞങ്ങൾ കാത്തിരുന്നു, ഏതാനും ആഴ്ച കൂടി. അതിനുശേഷമാണ് നിയമവിദഗ്ധന്മാരുമായിട്ടല്ല ആലോചിച്ച് ഇനി താമസിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബലിയാടാകും, ഗവൺമെൻറ് പ്രതികൂട്ടിലാകും. അങ്ങനെയാണ് നവംബർ മാസത്തിൽ അവിടെ ആമീനുമായി പ്രകാശാനന്ദ സ്വാമികളും അദ്ദേഹത്തിൻ്റെ കൂടി വിജയിച്ചിട്ടും ശിവഗിരിയിലേക്ക് യാത്ര എത്തിച്ചേർന്നു. കൂടെ പോലീസും ഉണ്ടായിരുന്നു. അപ്പോഴും തടസ്സം വന്നു. അവിടെ ഓടിക്കൂടിയവർ പലതരക്കാരാണ്, ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ഹൈക്കോടതി ഡയറക്ഷനുണ്ട്. അധികാര കൈമാറ്റം നടത്താൻ തടസ്സം നിൽക്കുന്നവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ 95 ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണമേൽപ്പിച്ചു. അതാണ് ശിവഗിരിയിലുണ്ടായ സംഭവം. അല്ല, ഒരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല, ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. അവിടെ ശിവഗിരിയിലെ സ്വാമിമാർ 2 ചേരിയായി തിരിച്ച് ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജയിച്ചവരെ അധികാരം ഏൽപ്പിക്കാനും മറുഭാഗം മടിച്ചപ്പോൾ ജയിച്ചവർ കോടതിയെ സമീപിച്ചപ്പോൾ കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി കഴിഞ്ഞപ്പോൾ അവസാനം ഗവൺമെൻറ്റിനെ കോടതി ഡയറക്ഷനായി വന്നപ്പോഴാണ് നിയമവാഴ്ച നടപ്പാക്കാൻ ബാധ്യതയുള്ള ഗവൺമെൻറ് പോലീസ് അവിടെ ഇടപെട്ടത്. അതാണ് ഞാനെന്തോ അക്രമം കാണിച്ചെന്ന് പറയും. 21 വർഷമായി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെൻറ് അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. സിവിൽ സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് 96 നടന്ന ഇലക്ഷനിൽ വിജയികളായ LDFിൻ്റെ മുഖ്യമന്ത്രി EK നയനാർ ആഭ്യന്തര വകുപ്പ് കൈകാര്യമ്പോൾ അദ്ദേഹം ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ, പോലീസ് നടപടിയെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ വിശദമായി ശിവഗിരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ, അതിൽ പങ്കെടുത്തവർ, അതിന് ഉത്തരവാദികൾ ആരൊക്കെ, പോലീസ് സെൻട്രോളൻ്റെ ഇതിനെക്കുറിച്ച് എല്ലാം മാസങ്ങൾ നീണ്ടുന്ന അന്വേഷണ ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാനാക്കി നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നാണ്. കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ അഭ്യർത്ഥന, നയനാർ ഗവൺമെൻറ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വീണ്ടും പരസ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയട്ടെ സത്യം, അവിടെ എന്താണ് സംഭവിച്ചത്. ഇന്നലെ LDF അംഗങ്ങൾ അസംബ്ലിയിൽ പ്രസംഗിച്ചത് പോലാണോ അത് മറിച്ചാണോ സംഭവിച്ചത്? ആ റിപ്പോർട്ട് ഗവൺമെൻറ് കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല, ഈ ഗവൺമെൻറ് കയ്യിലാണ്. ആ റിപ്പോർട്ടൊന്നുകൂടെ പ്രസിദ്ധീകരിക്കണ്ട. ആ സംഭവമാണ് എൻ്റെ കാലത്ത് നടന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ഈ ദുഃഖമുണ്ട് ആ സംഭവത്തിൽ, 2 സംഭവത്തിൽ. ശിവഗിരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട്, മുത്തിങ്ങ സംഭവത്തിൽ ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. 21
2001 ഞാൻ മുഖ്യമന്ത്രിയായി വീണ്ടും തിരിച്ചു വന്നപ്പോൾ എന്നെ ശാശ്വതാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു, അതിനെ കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും ശിവരിലേക്ക് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ വിളിച്ചോട്ട് പോയി. ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാനല്ല, ഈ കെ നയനാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. അതിൻ്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം. ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. 7 പ്രാവശ്യം ആമീനെ പറഞ്ഞയച്ചു. 7 പ്രാവശ്യം. ആമീനെ പറഞ്ഞേക്കുന്നല്ലേ അവിടെ പോലീസ് ഇതുപോലത്തെ ഒരു ആത്മീയമായ ഒരു കേന്ദ്രത്തിൽ പോലീസ് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഇഷ്യൂ. അതാണ് അങ്ങനെയുള്ള പേരിൽ ഇപ്പോഴും നിൽക്കുന്ന ആരോപണം അതാണ്. അപ്പൊ അതിനാണ് ഇതുവരെ കൃത്യമായി മറുപടി പറയാറ്. അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എൻ്റെ സ്റ്റാൻഡല്ല. ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരെ വെച്ചത് നയനാരാണ്. ആ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ആദ്യം വായിക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചു. പലതരം ആളുകൾ ഓടിക്കൂടിയെന്ന് പറഞ്ഞു. അതിൽ പുറത്തുള്ള ആളുകളോ ഗുണ്ടകളോ അങ്ങനെയൊക്കെ പോലീസ് ഇടപെടലുണ്ടോ? ഞാൻ പറയാൻ ഉദ്ദേശിച്ച് അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം നേരത്തെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന താങ്കളുടെ പേരിലുള്ള ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. താങ്കൾക്ക് ആ എ ഗ്രൂപ്പ് പത്രപ്രവർത്തനം എത്ര കൊല്ലായി? ഞാൻ 25 വർഷം. ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ടാണ് 20 വർഷം കഴിഞ്ഞു. ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ട് 20 വർഷം കഴിഞ്ഞു. കാലൂട്ടാൻ ചെറിയാമ്പലിപ്പിന്റെ ഭാഷയിൽ കാലൂട്ടാണ്ട് കഴിഞ്ഞു.